ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോമ്പിൻ്റെ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സിറപ്പ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ഒരു 3 തരത്തിലാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് താല്പര്യം വെച്ചാൽ അത് ഉണ്ടാക്കി നോക്കുക. ഇതിൽ ഒരു കളറും ചേർക്കാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ജ്യൂസ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇത് കുടിച്ചാൽ ആർക്കും അറിയില്ല നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചീരയുടെ ഇല എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചുവപ്പ് ചീരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചീരയാണ്. അപ്പോൾ ഇതുപോലെ 3 പിടി ചീര ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം, നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ 4 കപ്പ് വെള്ളം, അതായത് 1 ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സത്ത് മുഴുവൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു 2-3 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ തീയാക്കിയിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല, ഇത് ഇടയ്ക്കൊക്കെ ആയിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചീരയിലെ സത്ത് മുഴുവൻ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടാറാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിത് ഒന്നും കൂടി ഒന്ന് അടുപ്പത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അതേ ഗ്ലാസ്സിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മധുരം കുറവാണെങ്കിൽ ഒന്നും കൂടിയും ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ളത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മധുരം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/2 കപ്പും കൂടിയും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 1.5 കപ്പ് പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ സിറപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ സിറപ്പ് ഒന്ന് വറ്റി വരണ വരെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ വല്ലാണ്ട് ഒരു നൂൽപ്പരുവോ അല്ലെങ്കിൽ വല്ലാണ്ട് കട്ടിയാവേണ്ട ആവശ്യമില്ല, ഒന്ന് വറ്റി വന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ സിറപ്പ് ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു നൂൽപ്പരുവോ ഒന്നും ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സിറപ്പ് ക്രിസ്റ്റലൈസ് ആവാണ്ടിരിക്കാനായിട്ടാണ് നമ്മളിതിലേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി തണുത്ത് വരട്ടെ സമയത്ത് നമുക്ക് ജ്യൂസ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചൂടാറി വരുമ്പോൾ നമുക്കൊരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് റെഡിയാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ സിറപ്പ് നന്നായിട്ട് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ജ്യൂസും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സിറപ്പ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ചെറുനാരങ്ങയുടെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സബ്ജ സീഡ് കുതിർത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ആദ്യത്തെ ജ്യൂസ് ഇവിടെ റെഡിയാവും.
ഇനി നമ്മുടെ അടുത്ത ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സിറപ്പ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലൈറ്റ് റോസ് കളറായിട്ടാണ് ഉള്ളത് കേട്ടോ. ഇതിൽ ആ കളറല്ല വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ജ്യൂസുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഐസ് വാട്ടർ ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ 2 ഐസ് ക്യൂബ് ഇട്ടാൽ നമ്മുടെ മൂന്നാമത്തെ ജ്യൂസും ഇവിടെ റെഡിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക്